ഹായ് മൈ ഡിയേഴ്സ്, എല്ലാവർക്കും യൂണിവേഴ്സ് അറൗണ്ട് ദേവ്സ് ട്രിപ്പിൾ വണ്ണിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ദേവിശ്രീ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ എൻ്റെ ലൈഫിൽ മനഃപൂർവ്വം കൊണ്ടുവന്ന ഒരു മൈൻഡ് സെറ്റും അത് നടപ്പിലാക്കിയെടുക്കാൻ എനിക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രാക്ടീസുമാണ് ഷെയർ ചെയ്യുന്നത്. നമുക്കറിയാം, ജീവിതത്തിൽ നമ്മൾ അർഹിക്കുന്നുണ്ട് എന്ന് സ്വയം വിശ്വസിക്കുന്ന കാര്യങ്ങളെ മാത്രമേ നമുക്ക് മാനിഫെസ്റ്റേഷനിലൂടെ നേടിയെടുക്കാനും സാധിക്കുകയുള്ളൂ. അതെല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലേ? നമുക്ക് ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരു സക്സസ്ഫുൾ ലൈഫ് ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ മാനിഫെസ്റ്റ് ചെയ്ത് നിങ്ങളുടെ ലക്ഷ്യങ്ങളെ നേടിയെടുക്കാനും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരാനൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണുക. നിങ്ങൾക്ക് ഉറപ്പായും ഈ വീഡിയോ ഹെൽപ്ഫുൾ ആവും. കാരണം ആ ഒരു ജേണിയിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളും കുറച്ച് ചിന്തകളും അതിനെ പ്രാക്ടിക്കൽ ആക്കാനുള്ള കുറച്ച് മെത്തേഡ്സുമാണ് ഇന്ന് പറയുന്നത്. നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്, നമ്മുടെ സ്വപ്നങ്ങളെ നമ്മുടെ സ്വപ്ന ലോകത്തിലേക്ക് നയിക്കാനും അല്ലെങ്കിൽ അതിലൂടെ നമ്മളെ വിജയിപ്പിക്കാനൊക്കെ ശേഷിയുള്ളൊരു കാര്യമാണ് നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡ് എന്നല്ലേ. അതേ സബ് കോൺഷ്യസ് മൈൻഡിന് നേരെ ഓപ്പോസിറ്റായിട്ട് നിന്നുകൊണ്ട് നമ്മളെ പിന്നോട്ട് വലിക്കാനുമുള്ള കഴിവുണ്ട്. അപ്പം ഇങ്ങനെ മാനിഫെസ്റ്റേഷനിൽ വിലങ്ങുതടിയായിട്ട് നമ്മളെ പിന്നോട്ട് വലിക്കുന്ന പ്രധാനപ്പെട്ട 2 സബ് കോൺഷ്യസ് ഫാക്ടേഴ്സുകളാണ് നമ്മളുടെ ഉള്ളിലുള്ള ചില ഭയങ്ങളും ഒപ്പം ചില സംശയങ്ങളും. നമ്മളെ തന്നെ ആത്മവിശ്വാസക്കുറവോ ഇൻസെക്യൂരിറ്റീസോ അല്ലെങ്കിൽ ലിമിറ്റഡ് ആയിട്ടുള്ള ഡ്രീംസുകളോ അല്ലെങ്കിൽ ഇനി നമ്മൾ അർഹിക്കുന്നതൊക്കെ നേടിത്തരാൻ ഈ യൂണിവേഴ്സിന് സാധിക്കുമോ, ഇങ്ങനെയൊക്കെ പല സംശയങ്ങളും നമ്മുടെ ഉള്ളിൽ കാണും. ഇത് കേൾക്കുമ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും പക്ഷെ ഇവ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് വളരെ വലിയ രീതിയിൽ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിനും നമ്മളെ പിന്നോട്ടടിക്കുന്നുണ്ട്. പലപ്പോഴും നമ്മളുടെ ആഗ്രഹങ്ങളെ മര്യാദയ്ക്കൊന്ന് സങ്കല്പിക്കുന്നതിൽ നിന്ന് വരെ നമുക്ക് ഈ ഭയവും സംശയങ്ങളും നമുക്ക് തടസ്സമായിട്ട് നിൽക്കും. എനിക്കും ഇങ്ങനെ തന്നെയായിരുന്നു. ഒരു കാര്യം ആഗ്രഹിച്ചാലോ അല്ലെങ്കിൽ അത് നടക്കണമെന്ന് വിചാരിച്ചാലോ അയ്യോ ഞാനിനി ആഗ്രഹിച്ച് പോയതിൻ്റെ പേരിൽ അത് നടക്കത്തില്ലയോ എന്ന് വരെ ചിന്തിക്കുമായിരുന്നു. അത് നടക്കാതിരിക്കാനുള്ള എല്ലാ റീസൺസുകളും ഞാൻ ആദ്യമേ ചിന്തിച്ചു കൂട്ടി വെക്കുമായിരുന്നു. അപ്പം അതിൽ നിന്ന് ഇങ്ങനെ പിന്നോട്ട് വലിയും. മനഃപൂർവ്വം അയ്യോ വേണ്ട, പോകണ്ട, അത് നടക്കൂല, ഇങ്ങനൊരു ചിന്ത മൈൻഡിലേക്ക് വരാറുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് പേരുണ്ടായിരിക്കും. ഒരു വീട് വേണമെന്നോ അല്ലെങ്കിൽ നല്ലൊരു ജോലി വേണം, നല്ല റിലേഷൻഷിപ്പ് വേണം, അങ്ങനെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് ലക്ഷ്യങ്ങൾ വിചാരിക്കുമ്പോഴോ അയ്യോ അത് നടക്കുമോ ഇല്ലയോ എന്നുള്ള പല രീതിയിലുള്ള കാര്യങ്ങൾ നമ്മളെ അഫക്റ്റ് ചെയ്യും. മനഃപൂർവ്വമൊന്നുമല്ല, പക്ഷെ ഒരു മുൻവിധിയോടുകൂടിയായിരിക്കും നമ്മൾ പലതിനെയും ഫേസ് ചെയ്യുന്നത്. നമുക്കിതുവരെ വന്ന ഒരു സാഹചര്യം ചിലപ്പോൾ അങ്ങനെയായിരിക്കാം. നമ്മൾ വളർന്നു വന്ന ചുറ്റുപാടുകൾ, നമ്മളുടെ നിലവിലെ ആ ഒരു ലൈഫ് റിയാലിറ്റി നമ്മളെ പരിചയപ്പെടുത്തുന്നത് അങ്ങനെയായിരിക്കാം. അല്ലെങ്കിൽ മുൻപ് ട്രൈ ചെയ്ത് പരാജയപ്പെട്ടു പോയ അനുഭവങ്ങൾ, ഇതൊക്കെ നമ്മളുടെ ഉള്ളിൽ ഇങ്ങനെ ഭയങ്ങളും സംശയങ്ങളും നെഗറ്റീവ് ബിലീഫ്സുകളുമായിട്ട് നമ്മുടെ ലക്ഷ്യങ്ങളിൽ നിന്നും തടസ്സം നിൽക്കും. സത്യത്തിൽ ഇതൊരു പുകമറയാണ്. നമുക്ക് ഈ യൂണിവേഴ്സ് നമുക്കായിട്ട് കരുതി വെച്ച എല്ലാ സന്തോഷങ്ങളെയും സമൃദ്ധിയെയും സാധ്യതകളെയും ഒക്കെ നമ്മളിലേക്ക് എത്തിക്കുന്നതിന് തടസ്സം നിൽക്കുന്നതാണ് നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ഈ ഭയങ്ങളും സംശയങ്ങളും നെഗറ്റീവ് ബിലീഫ്സും ഒക്കെ. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രാക്ടീസാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. ഇത് റോക്സി നെഫോസി അവരുടെ മാനിഫെസ്റ്റ് എന്ന് പറയുന്നൊരു ബുക്കിലൂടെ ഷെയർ ചെയ്തൊരു സ്ക്രിപ്റ്റിംഗ് പ്രാക്ടീസാണ്. അപ്പം ഒരു സക്സസ്ഫുൾ മാനിഫെസ്റ്റേഷൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് ഒരുപാട് ഹെൽപ്ഫുള്ളാണ് ഈ ഒരു പ്രാക്ടീസ്. ഇത് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പരിധികളില്ലാതെ സ്വപ്നം കാണാൻ നമുക്ക് തന്നെ അനുവാദം കൊടുക്കുക, പൂർണ്ണ സമ്മതം കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ അവിടെ ഭയങ്ങളും സംശയങ്ങളും ഒക്കെ ഒന്നും ഒരു ഇടവില്ലാതാകും. രണ്ടാമത്തെ കാര്യം, മാനിഫെസ്റ്റ് ചെയ്ത് ആഗ്രഹങ്ങളെ ഈസി ആയിട്ട് നേടിയെടുക്കണമെങ്കിൽ എല്ലാം നേടിയെടുക്കാൻ ഞാൻ ഡിസേർവ് ആണ് എന്നൊരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ഇതില്ലെങ്കിൽ പലപ്പോഴും തടസ്സങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. കാരണം ഈ ഭയങ്ങളെയും സംശയങ്ങളെയും ഒന്നും നമ്മൾ തിരിച്ചറിയില്ല. ആ ഒരു അവെയർ നമുക്ക് കാണില്ല. അത് ഓട്ടോമാറ്റിക്കലി വന്നു പോകും. അത് ബ്ലോക്ക് ചെയ്യുന്നുണ്ട് എന്നൊരു തിരിച്ചറിവ് നമുക്കുണ്ടാവത്തില്ല. മാത്രമല്ല, ഈ ഒരു പ്രാക്ടീസിന്റെ ഉദ്ദേശവും അത് തന്നെയാണ്. നമ്മൾ വർക്കാവുന്നതിൻ്റെ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭയവും സംശയവും എന്താണെന്നൊരു തിരിച്ചറിവ്, ആ ഒരു അവയർനെസ് നമ്മളിലേക്ക് ഉണ്ടാക്കിയെടുത്ത് ആ ബോധത്തിൽ നിന്നുകൊണ്ട് അതിനെ മറികടന്ന് വരാനാണ് ഇത് പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം നേടണമെങ്കിൽ അത് മാനിഫെസ്റ്റ് ചെയ്യാൻ തടസ്സമാകുന്ന നമ്മളുടെ റീസണുകളെ, നമ്മളുടെ പേടിയെ, സംശയങ്ങളുടെ, നമ്മുടെ ലിമിറ്റഡ് ബിലീഫ്സുകളെ
തുറന്നു പറയാനുള്ളൊരു സത്യസന്ധത നമ്മൾ നമ്മളോട് തന്നെ കാണിക്കണം. അപ്പോൾ ഈ പ്രാക്ടീസ് എങ്ങനെയാണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹങ്ങൾ കാണും അല്ലേ, ലക്ഷ്യങ്ങൾ കാണും, വലിയ വലിയ ലക്ഷ്യങ്ങൾ കാണും, ചെറുതും വലുതുമായിട്ടുള്ള കുറേ കാര്യങ്ങൾ കാണും. അപ്പം അതിൽ നിന്നും ഒരു കാര്യത്തെ ആദ്യം നമുക്ക് സെലക്ട് ചെയ്തിട്ട് അതിനെ പ്രാക്ടീസ് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് ഒരു പേപ്പർ എടുക്കാം, ഒരു ബുക്കോ എന്തെങ്കിലും, നിങ്ങൾ ജേർണലിംഗ് പ്രാക്ടീസ് ചെയ്യുന്ന ബുക്കാണെങ്കിലും മതി, അല്ലെങ്കിൽ ഒരു പേപ്പർ എടുത്താലും ഇത് ചെയ്യാം. അപ്പം ഹെഡിങ്ങിൽ എഴുതേണ്ടതെന്ന് വെച്ചാൽ എൻ്റെ ലക്ഷ്യങ്ങൾ എന്ന് എഴുതുക. എൻ്റെ ലക്ഷ്യങ്ങളെന്നോ മൈ അംബീഷൻസോ എന്തെങ്കിലും ഒരു ഹെഡിങ് എഴുതുക. അവിടെ എന്താണ് നിങ്ങൾക്ക് നേടിയെടുക്കേണ്ട ലക്ഷ്യം, അതൊരു 1 വേർഡിലോ ഒരൊറ്റ സെൻറ്റൻസിലോ ജസ്റ്റ് ഒന്ന് എഴുതുക. വലിച്ചു നീട്ടി സെൻറ്റൻസ് ആക്കണ്ട. ഇപ്പം നിങ്ങൾക്കൊരു വീടാണ് ആഗ്രഹമെങ്കിൽ ഞാൻ ആഗ്രഹിച്ച വീട്, അതെൻ്റെ ലക്ഷ്യമാണല്ലോ. അപ്പം ഞാൻ ആഗ്രഹിച്ച വീട്, ഇത്രയും എഴുതിയാൽ മതി. ഇനി അതിന് താഴെ സബ് ഹെഡിങ് എഴുതേണ്ടത് ഇതിൽ നിന്നും എനിക്ക് തടസ്സമാകുന്ന കാരണങ്ങൾ, അല്ലെങ്കിൽ ദ തിങ്സ് ദാറ്റ് ബ്ലോക്സ് അവേ ഫ്രം ഇറ്റ്, അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്കൊരു സബ് ഹെഡിങ് ആയിട്ട് എഴുതിയിട്ട് നിങ്ങളുടെ ഭയങ്ങളോ നിങ്ങളുടെ സംശയങ്ങളോ സാഹചര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ ഈ ഒരു ലക്ഷ്യം നേടാൻ നിങ്ങൾക്കെതിരെ നിൽക്കുന്നുണ്ടെങ്കിൽ, അത് എത്ര ചെറിയ മൈന്യൂട്ടായിട്ടുള്ള, അല്ലെങ്കിൽ മറ്റൊരാൾക്ക് കേട്ടാൽ വെറും പൊട്ടത്തരം എന്ന് തോന്നുന്നത് വരെ ആകാം, പക്ഷേ അത് തിരിച്ചറിഞ്ഞ് നമ്മളത് അവിടെ എഴുതി വയ്ക്കുക. ആ ഒരു തിരിച്ചറിവോട് കൂടി ശരിക്കും ഇതെന്നെ ഈ ഒരു തോട്ട് എനിക്ക് തടസ്സമുണ്ടാക്കുന്നു എന്ന് എഴുതി വയ്ക്കുക. അപ്പോൾ അത് ഒരു കാരണം, ചിലപ്പോൾ ഒരൊറ്റ കാരണമേ കാണൂ, അല്ലെങ്കിൽ ഒരുപാട് കാരണങ്ങൾ നമ്മളെ അലട്ടുന്നുണ്ടായിരിക്കും. നമുക്കത് തുറന്നു പോലും പറയാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ നമ്മളുടെ മാത്രം പ്രശ്നങ്ങളായിരിക്കും. അപ്പോൾ അത് നമുക്കത് ഈ പേപ്പറിൽ എഴുതി വെക്കുക, അക്കമിട്ട് എഴുതി വെക്കുക. ഇനി എത്ര വിശദീകരിച്ച് നിങ്ങൾക്ക് എഴുതണോ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ഭാഷയിൽ ഇതിനെ എഴുതി വെക്കുക. ഇനി ഇതെല്ലാം എഴുതി കഴിഞ്ഞിട്ട് താഴെ എഴുതേണ്ടത്, ഈ കാരണങ്ങളാണ് എന്നെ ഈ ലക്ഷ്യം നേടുന്നതിൽ നിന്നും വിലക്കുന്നത് എന്ന് ഞാൻ ഇപ്പോൾ തിരിച്ചറിയുന്നു. എല്ലാ തടസ്സങ്ങളും മാറ്റി എൻ്റെ ലക്ഷ്യത്തെ വിജയകരമായി നേടിയെടുക്കാൻ ഇന്നീ നിമിഷം മുതൽ ഞാൻ തയ്യാറാണ്. ഈ ഒരു തിരിച്ചറിവ് എനിക്ക് ഉണ്ടായതിൽ നന്ദി. താങ്ക് യു യൂണിവേഴ്സ്. ഈ ഒരു കാര്യം ഒരൊറ്റ ലക്ഷ്യമെടുത്തിട്ട് ഇത്രയും നിങ്ങൾ എഴുതി വെക്കുക. ഇതാണ് സ്ക്രിപ്റ്റിംഗ് പ്രാക്ടീസ്. അപ്പം നമ്മളുടെ ഉള്ളിൽ കിടക്കുന്ന ബിലീവ്സുകളെയൊക്കെ നമ്മളിവിടെ എഴുതി വെച്ചു. ഈ പേപ്പർ വേണമെങ്കിൽ നിങ്ങൾക്ക് അത് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു ബോധം ഉണ്ടാക്കാൻ വേണമെങ്കിൽ ഇത് സൂക്ഷിച്ചു വെക്കാം. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ നശിപ്പിച്ച് കളയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. അതിൽ ഒരു കാര്യമില്ല. സംഭവം നമ്മളിത് എഴുതി വെക്കുക, നമ്മളുടെ ഉള്ളിലുള്ള കാര്യങ്ങളെ പുറത്തേക്ക് ഇറക്കുക എന്നതാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. കൂടെ ഒരു അവയർനെസ് കൂടെ നമ്മളിവിടെ ഉണ്ടാക്കിയെടുക്കുകയാണ്. ഇനി ഈ ഭയങ്ങളെയും ഇത്രയുമാണ് പ്രാക്ടീസ്. പക്ഷെ ഈ പ്രാക്ടീസിന് കണ്ടിന്യൂ ചെയ്തു പോകേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. കാരണം ഇങ്ങനെ എഴുതി വെച്ചു എന്നതിലൂടെ ഭയങ്ങൾ മാറുന്നില്ലല്ലോ. അപ്പോൾ ഈ ഭയങ്ങളും സംശയങ്ങളും ഒക്കെ നമ്മളിൽ നിന്ന് മാറ്റാൻ ഒരുപാട് മാർഗങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ ഡെയിലി ലൈഫിൽ നമ്മൾ കൊണ്ടുവരിക കൂടെ വേണം. നമ്മളുടെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് നമ്മൾക്ക് പല പ്രാക്ടീസുകളും നമുക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആകും. അതിൽ എനിക്ക് പേഴ്സണലി വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ കുറേ കാലങ്ങൾ എടുത്ത് ഞാൻ പ്രാക്ടീസ് ചെയ്തൊരു ട്രാക്കിലായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ചിന്തകളെ നമ്മൾ നിയന്ത്രിക്കുക. ചിന്തകളെ നിയന്ത്രിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഓവർ തിങ്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ കൂടിയും അവർക്കും ഈ ഒരു കാര്യം വളരെ സക്സസ്ഫുൾ ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. കാരണം നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡ് എപ്പോഴും നമ്മളുടെ കോൺഷ്യസ് മൈൻഡിനെ അനുസരിച്ചുകൊണ്ടിരിക്കുമല്ലോ. അപ്പം ബോധപൂർവം കുറച്ച് നല്ല കാര്യങ്ങൾ ആലോചിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അതായിരിക്കുമല്ലോ നമ്മളുടെ ഉപബോധ മനസ്സ് കേൾക്കുക. അതായത് നമുക്കൊരു സമയം ഒരൊറ്റ ചിന്ത മാത്രമേ ചിന്തിക്കാൻ സാധിക്കുള്ളൂ എങ്കിൽ നമുക്ക് എന്തുകൊണ്ട് ആ സമയത്ത് നെഗറ്റീവ് ചിന്തയ്ക്ക് പകരം പോസിറ്റീവായിട്ട് ചിന്തിച്ചൂടാ. ഇപ്പൊ ഒരു കാര്യം വിചാരിക്കുമ്പോൾ നെഗറ്റീവായിട്ടൊരു തോട്ട്സ് വന്നു കഴിഞ്ഞാൽ അവിടെ സ്റ്റോപ്പ് ചെയ്യുക. ഇതല്ല എനിക്ക് വേണ്ടത്. അപ്പൊ എനിക്ക് നല്ലതായിട്ടുള്ള, അല്ലെങ്കിൽ എനിക്ക് ഉപകരിക്കുന്ന ചിന്തകളെ ബോധപൂർവം ചിന്തിക്കുക. ഇത് പെട്ടെന്ന് വരില്ല, കാരണം നമ്മളുടെ മൈൻഡിലുള്ള കാര്യങ്ങളെ നമുക്ക് പെട്ടെന്ന് കയറി വരുള്ളൂ. പക്ഷെ
നമ്മളതിനെ മനഃപൂർവ്വം ഡൈവേർട്ടാക്കി വിടാൻ പറ്റും. അത് ചെറിയ ചെറിയ പ്രാക്ടീസുകൾ വഴി അത് നമുക്ക് നമ്മളുടെ മൈൻഡിലേക്ക് ഉണ്ടാക്കി വരാം. ഒരു ദിവസമോ 2 ദിവസമോ കൊണ്ടല്ല, കുറേ നാളുകൾ അത് പ്രാക്ടീസ് ചെയ്ത് നമുക്ക് നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നതാണ്. പിന്നൊന്നെന്ന് വെച്ചാൽ ശ്രദ്ധയോടെ മാത്രം സംസാരിക്കുക. തമാശയ്ക്കാണെങ്കിൽ പോലും നമ്മൾക്കെതിരായിട്ടുള്ളൊരു സംസാരം നമ്മളുടെ വായിൽ നിന്നുണ്ടാവരുത്. സ്വയം ഇടിച്ചു താഴ്ത്തി സംസാരിക്കുന്നൊരു ശീലം ഉണ്ടെങ്കിൽ അതിവിടെ സ്റ്റോപ്പ് ചെയ്യുക. അത് നമ്മളറിയാമല്ലേ, സ്വയം കോമഡി പീസാക്കി സംസാരിക്കുന്ന ഒരുപാട് പേരുണ്ടായിരിക്കും. അല്ലെങ്കിൽ സ്വയം ഒരു കഴിവ് കെട്ടവനാണ്, അല്ലെങ്കിൽ ഇടിച്ചു താഴ്ത്തി സ്വയം നിന്ദയോടെ സംസാരിക്കുന്നവരുണ്ടായിരിക്കും. പലരും അത് തമാശയ്ക്കായിട്ട് ചെയ്യും. പക്ഷേ തമാശയ്ക്കാണെങ്കിൽ പോലും ഒരിക്കലും അത് ചെയ്യരുത്. കാരണം നമ്മളുടെ മൈൻഡ് കേൾക്കുന്നത് അത് റിയാലിറ്റി ആയിട്ടാണ്. അപ്പോൾ ഈ ഒരു അവയർനെസ് എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഒരു തലക്കടിയേറ്റ പോലെയൊക്കെ ആയിരുന്നു. കാരണം ഞാൻ എപ്പോഴും എന്നെ ഒരു വിലമതിക്കാത്ത രീതിയിൽ, അല്ലെങ്കിൽ എന്നെ കോമഡി ആക്കിയിട്ട് സംസാരിക്കുമായിരുന്നു. അപ്പം നമ്മളത് സംസാരിക്കരുത്. നമ്മൾ ശ്രദ്ധയോടെ മാത്രം സംസാരിക്കുക. എനിക്കൊരു കഴിവില്ലാത്തവളാണ് എന്ന് പറയുന്നതിന് പകരം അത് നേടാനുള്ള കഴിവുള്ള ഒരാളാണ്, ഐ എം എ പവർഫുൾ ലേഡി എന്നുള്ള രീതിയിൽ നമ്മൾ സ്വയം പറയുക. മറ്റുള്ളവരോട് പറ്റുമെങ്കിൽ മറ്റുള്ളവരോടും പറയുക. പൊങ്ങച്ചാട്ടൊക്കെ തോന്നുമായിരിക്കും, പക്ഷെ കുഴപ്പമില്ല. നമ്മളെ ഇടിച്ചു താഴ്ത്തുന്ന അവസരങ്ങൾ നമ്മളായിട്ട് ഉണ്ടാക്കാതിരിക്കുക. പിന്നെ മാത്രമല്ല, അഫർമേഷൻസുകൾ പ്രാക്ടീസ് ചെയ്യാം. ഈ ഒരുപാട് പഴയ നെഗറ്റീവ് ബിലീഫ്സുകളും കാര്യങ്ങളും ഒന്നും ഒറ്റയടിക്കൊന്നും മാറ്റിയെടുക്കാൻ പറ്റില്ല. അതിനായിട്ട് നമുക്ക് പോസിറ്റീവ് അഫർമേഷൻസുകൾ സ്ക്രിപ്റ്റിംഗ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യാം, അല്ലെങ്കിൽ അഫർമേഷൻസുകൾ കേൾക്കാം. എൻ്റെ ചാനലിൽ തന്നെ ഒരുപാട് അഫർമേഷൻ പ്രാക്ടീസുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യാം. ഗ്രാറ്റിറ്റ്യൂഡൊക്കെ വളരെയധികം എഫക്റ്റ് ചെയ്യുന്ന കാര്യമാണ് ഈ ഭയങ്ങളും സംശയങ്ങളും ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ട്. പിന്നീട് വിഷ്വലൈസേഷൻ ചെയ്യുക, പല തരത്തിലുള്ള സ്ക്രിപ്റ്റിംഗ് മെത്തേഡ്സുകൾ പ്രാക്ടീസ് ചെയ്യുക, സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെ പല കാര്യങ്ങളിലൂടെ പോകെ നമുക്ക് നമ്മളുടെ ഉള്ളിലെ ഭയങ്ങളെയും സംശയങ്ങളെയും മാറ്റിയെടുക്കാൻ പറ്റും. അത് മാറ്റിയെടുക്കാൻ ആദ്യം ഉണ്ടാകേണ്ടത് എനിക്ക് ഭയവും സംശയങ്ങളും നെഗറ്റീവ് ബിലീഫ്സും ഉണ്ട് എന്നൊരു ബോധം നമുക്ക് ഉണ്ടാവുക, ഒരു അവയർനെസ് നമുക്കുണ്ടാകുക. അപ്പം ഈ ഒരു അവയർനെസ് ഉണ്ടാക്കിയെടുക്കാനാണ് ഈ ഒരു പ്രാക്ടീസ് ചെയ്യുന്നത്. അവയർനെസ് ഉണ്ടായതിന് ശേഷമാണ് മറ്റ് പ്രാക്ടീസുകൾ നമുക്ക് എഫക്റ്റീവ് ആവുന്നത്. അതില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു നിലയില്ലാതെ, അറ്റം കാണാതെ വെറുതെ ഇങ്ങനെ വള്ളം തുഴയുന്ന പോലെ ഉള്ളൂ, എങ്ങോട്ട് പോകണം എന്നറിയാതായി പോകും. ഈ ഒരു തിരിച്ചറിവോടുകൂടി മുന്നോട്ട് പോകുമ്പോൾ പെട്ടെന്ന് നമ്മൾക്ക് നമ്മളുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ബ്ലോക്സുകളെ മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു പ്രാക്ടീസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക. കാരണം കേൾക്കുമ്പോൾ പോലെ അല്ല, അത് ചെയ്ത് നോക്കുമ്പോൾ വളരെ വലിയൊരു റിലീഫ് നമ്മളുടെ മൈൻഡിനും കിട്ടും. അപ്പോൾ ഇത് ചെയ്ത് നോക്കി അഭിപ്രായങ്ങൾ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും താങ്ക് യു സോ മച്ച്. ബൈ.